ദൈവ തിരുനാമത്തിന് മഹത്വം. വീണ്ടും ഒരു ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം നമുക്ക് സഭയായിട്ട് ഏക സത്യദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും കർത്താവ് നൽകി തന്ന അവസരത്തിനായിട്ട് നന്ദി കരേറ്റാം. നാം ആരാധന കഴിഞ്ഞ് ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്പമായിട്ടുള്ള വചനം പ്രിയ മകനിലൂടെ നാം കേട്ടു. ദൈവം നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. താങ്ക് യു ബ്രദർ ഫോർ ദോസ് വേർഡ്സ്. ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നാം ഓർത്തതുപോലെ ദൈവവചനമാണ് നാം കേൾക്കുവാൻ ഇരിക്കുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ ആഴ്ചയിലും ആഴ്ചതോറും നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് കൊടുക്കുവാനാണ് കടന്നു വരുന്നത്. വി കം ടു ഗിവ് വൺ ടു ദ ലോർഡ്. കർത്താവിന് കൊടുത്തു കഴിഞ്ഞ് അല്പസമയം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാം ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആഫ്റ്റർ ഗിവിംഗ് അൺ ടു ദ ലോർഡ് ഇൻ വർഷിപ്പ്, റൈറ്റ് നൗ വി ആർ ഹിയർ ടു റിസീവ് ഫ്രം ദ ലോർഡ്. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി നാം ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരുക്കവും ആഗ്രഹവും അതുതന്നെ ആയിരിക്കണം. ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് പ്രാപിച്ച് മടങ്ങണം. ആ ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ വി സീ എ ലോട്ട് ഓഫ് കണ്ടീഷൻസ്. ചില കാര്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കുമ്പോൾ, വാക്യങ്ങൾ വായിക്കുമ്പോൾ അനേക നിബന്ധനകൾ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോട്ട് ഓഫ് കണ്ടീഷൻസ്, ലോട്ട് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്. എങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ, ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് നാം അനേക ആവർത്തി വചനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ദി ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ബൈബിൾ. ദൈവവചനത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ, ഇത് ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും എന്ന തരത്തിലുള്ള വാക്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അനേകം കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് വളരെ പരിചയമുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ്, ചില വാക്യങ്ങൾ മാത്രം എടുത്ത് ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കാതലായിട്ടുള്ള ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏറ്റവും ഒടുവിലായിരിക്കും നമുക്ക് മനസ്സിലാകുക എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാരംഭമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 10 ആൻഡ് വേഴ്സ് 9. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം, ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് ഒന്ന് സഹായിച്ചാലും. റോമൻസ് ചാപ്റ്റർ 10 and verse 9. That if thou shalt confess with thy mouth the Lord Jesus, and shalt believe in thine heart that God hath raised him from the dead, thou shalt be saved. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവത്തെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. 1 John chapter 1 and verse 9. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവനാമത്തിന് മഹത്വം. നാം ഈ വായിച്ച രണ്ട് വാക്യങ്ങളും നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ചും രക്ഷയിലേക്ക് നാം കടന്നു വന്നപ്പോൾ, ഡ്യൂറിങ് ആർ സേവിംഗ് നോളജ് ഓഫ് ക്രൈസ്റ്റ്, നാം ഈ വാക്യങ്ങൾ വായിച്ചതാണ്. പ്രത്യേകിച്ചും റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം തീർച്ചയായിട്ടും അതിൽ ഡയറക്റ്റ് ഊന്നൽ കൊടുക്കുന്ന വിഷയമാണ്. നാം എങ്ങനെയാണ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്, അതിൻ്റെ ഒരു കാരണമാണ് അവിടെ നാം വായിക്കുന്നത്. ഇഫ് യു ഷാൽ കൺഫെസ് വിത്ത് യുവർ മൗത്ത്. നമ്മുടെ വായം കൊണ്ട് നാം ഈ കാര്യങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ വിഷയമാണ്. When we confess with our mouth, Lord Jesus Christ is Lord, we come to salvation. We understand that process. അങ്ങനെ ചെയ്താൽ മാത്രം ഈ കാര്യം സംഭവിക്കും. രണ്ടാമത് നാം വായിച്ച വാക്യം അങ്ങനെയാണെങ്കിൽ ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. അവിടെ 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, 1 John chapter 1 and verse 9, അവിടെ if we confess our sins, he is faithful and just to forgive. ഇവിടെ ഈ ഒരു വാക്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. The second verse, 1 John chapter 1 and verse 9, അവിടെയും
പാപത്തിന്റെ ഒരു ക്ഷമ നമുക്ക് ലഭിക്കുന്നു നാം ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ. If we confess our sins, we will get this forgiveness. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ എന്നേക്കുമായിട്ട് നാം ഏറ്റുപറഞ്ഞ് പാപക്ഷമ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, യാതൊരു സംശയവുമില്ല. Once and for all we have confessed our sins and we have received that forgiveness. We have received our Lord Jesus Christ as our personal savior. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, യാതൊരു സംശയവുമില്ല. എന്നാൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അത് അവിടെ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നും കൂടെ നാം ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. 1 John chapter 1 verse 9 is not only regarding our once and for all forgiveness. ഒരിക്കൽ എന്നേക്കും സംഭവിച്ച ആ പാപക്ഷമയെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ there is something more to confession. ഏറ്റുപറയുക എന്ന് പറയുന്നത് പലപ്പോഴും നാം വിശ്വാസികളായിരിക്കുമ്പോൾ ഒരിക്കൽ എന്നേക്കും സംഭവിച്ചു എന്ന് മാത്രം കരുതി മുമ്പോട്ട് പോകുന്ന വസ്തുതയാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവവചനം നാം ആഴത്തിൽ പഠിക്കുമ്പോൾ, when we go into the deeper truths of the word, we understand confession is an ongoing process. Confession is important for God to work. നാം ഏറ്റുപറഞ്ഞാൽ മാത്രമേ കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ഒരിക്കൽ ഏറ്റുപറഞ്ഞപ്പോഴാണ് കർത്താവ് നമുക്ക് രക്ഷ നൽകിയത്. നാം ഇന്ന് ദൈവവിശ്വാസികളായിട്ടിരിക്കുമ്പോൾ, ദൈവജനമായിട്ടിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ പാപലോകത്തിലാണ് ഇരിക്കുന്നത്. വി ആർ ഇൻ ദിസ് സിൻഫുൾ വേൾഡ്. നാം ഇന്നുമായിരിക്കുന്നത് ഈ പാപലോകത്തിലാണ്. വി ആർ ലിവിംഗ് ഇൻ ദിസ് സിൻഫുൾ വേൾഡ്. ദർ ഇസ് ഹൈ പോസിബിലിറ്റി ഓഫ് ഗോയിങ് റോങ്. ദർ ഇസ് ഹൈ പോസിബിലിറ്റി ഓഫ് ആസ്കിംഗ് ഫോർ ഫോർഗിവ്നെസ്. ദൈവത്തിന്റെ ക്ഷമയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കൺഫെസിംഗ് ഈസ് an ongoing process. Until we confess, God will not work in us. God will not work for us. God cannot work through us. നാം ഏറ്റു പറയാത്തിടത്തോളം കാലം കർത്താവിന് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കില്ല. ഈ കാര്യം നാം വളരെ വ്യക്തമായിട്ട് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കൽ എന്നേക്കുമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിച്ചു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ശരിയാണ്, നാം സ്വർഗത്തിലേക്ക് എത്താൻ ഉള്ള വാതിൽ നമുക്ക് തുറന്നു കിട്ടി, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് നാം ദൈവവിശ്വാസികളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വരും, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരും. നാം ദൈവസന്നിധിയിൽ തെറ്റുകൾ ചെയ്തു പോകും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ അതൊക്കെയും അതിന് കാരണമായി തീരും. അങ്ങനെ വരുമ്പോൾ ഏറ്റുപറച്ചിൽ നാം മറന്നു പോകേണ്ട ഒരു വസ്തുതയല്ല. We should not forget to confess. If we confess, God will work in our lives. നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ അപ്പോൾ മാത്രമേ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. Confession is required. We have to understand that and we can't be self-righteous. നമുക്ക് സ്വയനീതീകരണം സാധ്യമല്ല. ഞാൻ ശരിയാണെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നാം തുലനം ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ തികച്ചും വ്യക്തിപരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ വെരി ഇൻഡിവിജ്വലിസ്റ്റിക് പ്രോസസ്. എവറി ഡേ, എവറി മൊമെന്റ് ഓഫ് അവർ ലൈഫ് we have to sit very quietly in our quiet time in the presence of our God and confess anything against God. ദൈവത്തിന്റെ വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ എന്നെ ക്ഷമിക്കണമേ, എന്നേക്ക് മാപ്പ് നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നാം ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. Only if we confess today can God work in our lives. ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുപറഞ്ഞാൽ മാത്രമേ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് നമുക്ക് ഒരു ഭാഗം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. Another familiar portion, 2 Corinthians chapter 5 and verse 17. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം, ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിച്ചാലും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. Therefore, if any man be in Christ, he is a new creature.
old things are passed away, behold, all things are become new. ദൈവനാമത്തിന് മഹത്വം. രണ്ടാമത്തെ ആ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്താണ് അവിടെ നാം വായിച്ചത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ്. രണ്ടാമത്തെ പദമാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. നാം വായിച്ചു പോകുന്ന വാക്യം തന്നെയാണിത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ്. എന്താണ് ഈ ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നത്? വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് വെൻ വി റീഡ് ദിസ് phrase, this statement, to be in Christ? എന്താണ് ഇതിന്റെ അർത്ഥം? Does this happen overnight? ഒരു രാത്രി നാം ഉറക്കമുണർന്ന് എണീക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയമാണോ? നാം ആദ്യം ഓർത്തതുപോലെ നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, രക്ഷകർത്താവായി സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. The Holy Spirit comes into our life when we receive Christ Jesus as our Savior. അത് സംഭവിക്കുന്നു. എന്നാൽ ഇവിടെ ഈ വാക്യം, ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ്, ഹി ഈസ് എ ന്യൂ ക്രീച്ചർ. ആ ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്ന് പറയുന്നത്, പഴയതെല്ലാം മാറിപ്പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? Is this a very simple process to be in Christ? നാം മനസ്സിലാക്കേണ്ടത്, being in Christ is not a one-time activity. It is also a continuous process. ഇതും നിരന്തരമായിട്ട് സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്. കർത്താവ് ആ ഒരു കാര്യത്തിന് ഒരു തുടക്കം മാത്രമാണ് രക്ഷയിലൂടെ കാണിച്ചു തരുന്നത്. സാൽവേഷൻ ഈസ് ജസ്റ്റ് ദി ബിഗിനിങ്, ദി ഇനീഷ്യേറ്റിംഗ് ഫാക്ടർ ഓഫ് ബീയിങ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ, ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കമാണ് കർത്താവ് ഇട്ടു തരുന്നത്. നാം ദൈവവഴിയിലേക്ക് വരിക, കർത്താവിനെ തിരിച്ചറിയുക, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുക, സത്യത്തെ മനസ്സിലാക്കുക, ട്രൂത്ത്, ക്രൈസ്റ്റ്, ജീസസ്, ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുന്ന വസ്തുതയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനെ നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളായിട്ട്, വിശ്വാസികളായിട്ട് എനിക്കും നമ്മൾക്ക് ഏവർക്കും ഉണ്ട്. ബീയിങ് ഇൻ ക്രൈസ്റ്റ്, being in Christ, remaining a new creature, ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുക എന്ന് പറയുന്നതും പുതിയ സൃഷ്ടിയായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. To be in Christ, to be a new creature, and to be remaining in that particular state are two different things. ആ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? He is a new creature, all things are passed away, behold, all things are become new. If anything old remains, പഴയത് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ it will cause problems. നാം മനസ്സിലാക്കേണ്ടത്, പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിട്ട് വീണ്ടും പഴയത് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. Once we have become a new creature, a new creation, not just by reading this verse, but internally, inherently, spiritually, once we become a new creature, still if something old remains, പഴയത് എന്തെങ്കിലും അവിടെ ബാക്കി ഉണ്ടെങ്കിൽ അത് പുതിയതിന് അപകടമാണ്. അത് പുതിയ സൃഷ്ടിക്ക് നല്ലതല്ല. അത് പഴയത് അവിടെ ബാക്കിയുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ക്രിസ്ത്യാനികളായി തീർന്നു കഴിഞ്ഞിട്ടും, ദൈവത്തിന്റെ വഴിയിൽ വന്നു കഴിഞ്ഞിട്ടും, നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും പഴയതിന്റെ അംശങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പുതിയതിന് നിലനിൽക്കുവാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഒരു ആപ്പിളിന്റെ കൂട്ടം നാം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതിൽ ഒരു ആപ്പിള് റോട്ടൻ ആണെങ്കിൽ, അഴുകിപ്പോയതാണെങ്കിൽ, അടുത്തുള്ള നല്ല ആപ്പിളുകൾക്ക് പ്രശ്നങ്ങളാണ്. എല്ലാ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നാം ലോകത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ എത്രമാത്രം പ്രാധാന്യമേറുന്ന വിഷയമാണ്. പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത് പഴയതിനെ പൂർണ്ണമായിട്ട് മാറ്റിക്കളയുക എന്നുള്ളതാണ്. ടു ബി എ ന്യൂ ക്രിയേഷൻ മീൻസ് ടു റിമൂവ് എവറി ഇഞ്ച് ഓഫ് ദി ഓൾഡ്. ഇഫ് ഐ ഹാവ് എനി, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളയുക എന്നുള്ളതാണ്. ഓൺലി ഇഫ് വി ചൂസ് ടു ബി in Christ today. ഇതിനൊരു നിബന്ധന ഉള്ളത്, ഒരു കണ്ടീഷൻ ഉള്ളത്. Only if I choose to be in Christ today. ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ആകുവാൻ ആഗ്രഹിച്ചാൽ മാത്രം
ഇത് സംഭവിക്കുന്ന വിഷയമാണ്. അത് നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല. ഒന്നാമത്തേത്, ഇഫ് വി കൺഫെസ്, നാം ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയം. രണ്ടാമത്തേത്, ഇഫ് ഐ ബി ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ ആയാൽ മാത്രം സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് നാം ചിന്തിച്ചത്. വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 and verse 1. മതി. If ye then be risen with Christ, seek those things which are above. മൂന്നാമത്തെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ. ഇങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം, നാം കർത്താവിനെ ഏറ്റുപറയണം. അത് ഓരോ ദിവസവും സംഭവിക്കണം. രണ്ടാമത് നാം കണ്ടു, നാം ക്രിസ്തുവിലാകണം. അതും നിരന്തരമായിട്ട് സംഭവിക്കണം. മൂന്നാമത്, ഇത് പടിപടിയായിട്ട് സംഭവിക്കുന്ന, ഇറ്റ് ഈസ് എ പ്രോസസ്, വൺ ആഫ്റ്റർ ദി അതർ, ടു കൺഫെസ്, to be in Christ and to be risen with Christ. എന്താണ് ഇതിന്റെ അർത്ഥം? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കുക? നാം ഇന്ന് ജീവനോടെ ഉണ്ടല്ലോ, നമ്മുടെ പ്രാണനൊന്നും പോയിട്ടില്ല. നമുക്ക് അക്ഷരികമായിട്ട് നാം ശ്വാസം എടുക്കുന്നുണ്ട്. We are still alive, we are breathing. What does it mean to be risen with Christ? നാം അല്പസമയം മുമ്പേ കേട്ടതാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, യാതൊരു സംശയമില്ല. God has risen from the dead. അത് സംഭവിച്ചിട്ടുണ്ട്. നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? That we are risen with Christ. കർത്താവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും അത് ആത്മികമായിട്ട് ചിന്തിക്കുവാനുള്ള വസ്തുതയാണ്. It is to be thought upon spiritually. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്താ സംഭവിച്ചത്? തൻ്റെ ജഡശരീരം പിന്നെ അതിന് പ്രാധാന്യമില്ല. ഉണ്ടോ? കർത്താവിന്റെ ജഡശരീരത്തിന് പിന്നെ പ്രാധാന്യം ഇല്ല. കർത്താവ്, when Christ rose again from the dead, then we are not talking of his earthly life and body. നാം അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ നാം ഉയരങ്ങളിൽ, ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത്, ടു ബി റിസൺ വിത്ത് ക്രൈസ്റ്റ്, when we try to understand spiritually, എന്താ അതിന്റെ അർത്ഥം? നാം പിന്നെ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല. Risen with Christ means life on earth doesn't matter to me at all. ഇനിയും ഈ ലോകത്തിലെ ജീവിതം എന്നെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള വിഷയമേ അല്ല. അതാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നാം ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. We are still living in this world. And while we live in this world, to be in this spiritual realm of risen with Christ, rising up with Christ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ആത്മീക തലങ്ങളിൽ നാം ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിലായിരിക്കണം. എന്താണ് നാം മനസ്സിലാക്കുന്നത്? ഈ ലോകത്തിൽ നാം ജീവിക്കുമെങ്കിലും ഈ ലോകത്തിലെ വിഷയങ്ങൾ നമുക്ക് പിന്നെ വിഷയമല്ല. The issues of this world are no more my issues. I am only dealing with spiritual realms. I am only focusing upon things above. ഉയരത്തിലുള്ളത് മാത്രമാണ് എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കുക. കാരണം എന്താണ്? എൻ്റെ ഫോക്കസ് എന്താണ്? ഞാൻ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. ഈ ലോകപരമായിട്ടുള്ള ജീവിതം ഇനി പ്രാധാന്യമുള്ള ജീവിതമല്ല. Only if, ഇതിനൊരു നിബന്ധന ഉള്ളത്, കണ്ടീഷൻ ഉള്ളത്, only if I am risen, we are risen with Christ. Only if അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, അത് ആത്മീകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ കർത്താവിനോട്, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഉറപ്പ് നമുക്കില്ലെങ്കിൽ, ആ ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നാം ഈ ലോകത്തിൽ തന്നെ ജീവിക്കും. ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നാം ചിന്തിക്കും. നാം ഈ കാര്യങ്ങളിൽ തന്നെ ആകുലപ്പെട്ട്, ചിന്തിച്ച്, വിഷമിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കുവാനാണ്.
ക്രിസ്തുവിനോടുകൂടെ ആത്മീക തലങ്ങളിൽ ഉയരത്തിലുള്ളത്, സ്വർഗത്തിലുള്ളത്. സീക്ക് ഹെവൻലി തിങ്സ്. ഓട്ടോമാറ്റിക്കലി യു വിൽ ഡു ദാറ്റ്. സ്വയം നാം അത് ചെയ്യും. എപ്പോഴാണ്? ഓൺലി ഇഫ് I rise up with Christ. കർത്താവിനോട്, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നാം പ്രാരംഭമായിട്ട് കണ്ടത്. ഇഫ് വി കൺഫെസ്, നാം ഏറ്റുപറഞ്ഞാൽ, ഞാൻ ഏറ്റുപറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇഫ് ഐ കൺഫെസ് ഇൻ മൈ ഡെയിലി ലൈഫ് ദി wrongdoings I do against the word of God, against Christ, against what God wants me to do, God will work in me, purify me and sanctify me. രണ്ടാമത്തെ കാര്യം, if I be in Christ, ഞാൻ ക്രിസ്തുവിലാകുവാൻ തീരുമാനിച്ചാൽ അവിടെ കർത്താവിന് പുതിയതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും. If I decide, if I vouch for being in Christ, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹത്തോടെ ഞാനായിരുന്നാൽ കർത്താവ് പുതിയത് എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. മൂന്നാമത്, ഇഫ്, ഓൺലി ഇഫ് ഐ ആം റിസൺ വിത്ത് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് സ്വർഗീയ തലങ്ങളിൽ ചിന്തിച്ച് ജീവിക്കുവാൻ സാധിക്കും. ഇനിയും 4ാമത് നാം വായിക്കാൻ പോകുന്ന ഭാഗം ഒരു അത്ഭുതമാണ്. 4th statement, if statement, is a miracle which we are going to read from the word of God. കാരണം ഈ 3 കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ചെയ്തു കഴിഞ്ഞ് ഈ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു 4th പ്രോസസ് ആണ് ഇത്. ആ ഒരു പ്രക്രിയയിലൂടെയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4. 4ാമത്തെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 and verse 7. അവിടെ 4ാമതായിട്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് നാം അവിടെ വായിക്കുന്നു. ഇഫ് ye abide in me and my words abide in you, ye shall ask what ye will and it shall be done unto you. നമുക്കൊന്ന് വായിക്കാം. ദൈവനാമത്തിന് മഹത്വം. വളരെ പരിചയമുള്ള മറ്റൊരു വേദഭാഗം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. when this happens, എന്താണ്? ഇതുവരെ നാം ഒരു കാര്യത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്ക് ഏറ്റുപറയണം, ഇഫ് വി കൺഫെസ്. രണ്ടാമത്, ഇഫ് വി ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായാൽ. മൂന്നാമത്, നാം ഉയർത്തെഴുന്നേറ്റാൽ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റാൽ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, look at this twofold things. Here we read, if you abide in me, not only that, and my words abide in you. ഇത് 2 കാര്യങ്ങളാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം, അർത്ഥാൽ ഞാൻ നിങ്ങളിലും വസിച്ചാൽ. ഈ 2 കാര്യങ്ങളാണ് ഇനി സംഭവിക്കേണ്ടത്. ഇതുവരെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ നാം ചില കാര്യങ്ങൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. ഇവിടെ ഇഫ് യു അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിക്കുകയും, ആൻഡ് മൈ വേർഡ്സ് നമുക്കറിയാം, ദൈവവചനം കർത്താവായ യേശു ക്രിസ്തു സ്വയമാണ്. താൻ എന്നിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയമാണ്. ബട്ട് ദിസ് ഹാസ് ടു ഹാപ്പൻ. ഇത് ഒരു കണ്ടീഷനാണ്, ഇതൊരു നിബന്ധനയാണ്. ഇത് സംഭവിച്ചാൽ മാത്രമേ പിന്നീട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഐ ഇൻ ക്രൈസ്റ്റ് and Christ in me. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും വസിക്കുമ്പോൾ. അത് വെറുതെ പറഞ്ഞ് ചിന്തിച്ച് വായിച്ചു പോകരുത്. അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ പിന്നെ അത്ഭുതമാണ് സംഭവിക്കുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? അവിടെ അത്ഭുതം തുടങ്ങുകയാണ്. അങ്ങനെ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ ഒരു വാക്യം ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Ye shall ask what you will get it from me. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ കർത്താവ് അത് നിവർത്തിച്ചു നൽകും എന്നാണ് പറയുന്നത്. നാം വേദവചനം മറ്റൊരു ഭാഗത്ത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ചോദിക്കുന്നതാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഇവിടെ നാം വായിച്ചെന്താണ്? Here we read that my will becomes important to God for him to act upon it. ഇവിടെ എൻ്റെ ഹിതം, എൻ്റെ ഇച്ഛ എന്താണോ അത് കർത്താവ് നൽകി തരും, അത് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം?
We read in another portion in the Bible that when we ask according to the will of God, that happens in our life. But here, it is my will which is getting fulfilled. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ പ്രാരംഭ ഭാഗം നാം വായിച്ചതാണ് അവിടെ പ്രാധാന്യമുള്ള വിഷയം. If I abide in him, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ആകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? When I am in Christ and Christ is in me, what is actually happening? Is it my will or is it his will? Automatically my will and his will are converging together. അത് ഒന്നിച്ച് merge ആകുകയാണ്. അവിടെ എൻ്റെ ഹിതം അർത്ഥാൽ കർത്താവിൻ്റെ ഹിതമാണ്, കർത്താവിൻ്റെ ഹിതം അർത്ഥാൽ എൻ്റെ ഹിതമാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ പിന്നീട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നാം എത്രയോ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം ചെയ്യുന്നുണ്ട്. How many different types of prayer we come and bring in the presence of God? എത്ര പ്രാവശ്യം നാം പ്രാർത്ഥിക്കാറുണ്ട്? ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് നാം പ്രാർത്ഥിക്കാറുണ്ട്? അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ, if miracle has to happen, first part is important. നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ, നമ്മുടെ അപേക്ഷയെക്കാൾ അതിലും പ്രാധാന്യമുള്ള വിഷയം അതിൻ്റെ പ്രാരംഭ വിഷയമാണ്. It is not our prayers which are important. It is the preparation before the prayer. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു ഒരുക്കമാണ് നമുക്ക് വേണ്ടിയത്. ഞാൻ അവനിലും അവൻ എന്നിലും. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്ഷരികമായിട്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല. കാരണം എന്താണ്? എൻ്റെ ഹിതം അവൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ ഹിതം. അങ്ങനെ വരുമ്പോൾ അത് നിവർത്തിക്കുക മാത്രമേ വഴിയുള്ളൂ, അത് നമുക്ക് കിട്ടുക മാത്രമേ വഴിയുള്ളൂ. ഈ ഒരു കാര്യം നാം ചിന്തിക്കണം. Only if I abide in Christ and Christ in me. Abide in Christ and Christ in me. അവനിൽ വസിക്കണം, അവൻ എന്നിലും വസിക്കണം. ഇതൊരു ലോങ് ടേം കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നാം പലപ്പോഴും സൺഡേ ഒക്കെ ഉറക്കമുണർന്ന് ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവവചനം ധ്യാനിച്ച് കർത്താവിനെ ആരാധിക്കുവാനൊക്കെ നാം കടന്നു വരും. എന്നാൽ ഒരു നിമിഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ മാത്രം സംഭവിക്കുന്ന ഒരു വസ്തുതയല്ല ദിസ് dwelling. Dwelling means it is a long term continuous process. വളരെ ആഗ്രഹത്തോടെ റെഗുലറായിട്ട് എൻ്റെ ഹൃദയത്തിലെ വാഞ്ച എപ്പോഴും ഇത് തന്നെയാണ്, ഞാൻ ദൈവത്തോടു കൂടെ, ദൈവം എന്നോട് കൂടെ. നമുക്കറിയാം, ദൈവത്തോടു കൂടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിച്ചാൽ അതിലേക്കാട്ടിലും ഏറ്റവും അധികം കർത്താവ് ആഗ്രഹിക്കുന്ന വസ്തുതയാണ് എൻ്റെ ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ്. കർത്താവിന് എപ്പോഴും ആഗ്രഹമാണ് തൻ്റെ മക്കളുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളത്. എൻ്റെ ആഗ്രഹം എന്താണ്? ഇഫ് ഐ അബൈഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ മീ. അങ്ങനെ സംഭവിക്കുമ്പോൾ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ 4 കൂട്ടം കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ കാര്യങ്ങൾ നാം ഒന്ന് ആത്മീകമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ, ഈ അത്ഭുതങ്ങൾ നാം അനുഭവിച്ചു കഴിയുമ്പോൾ, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നാം ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് ഓൾ വെരി പേഴ്സണൽ, വെരി ഇൻഡിവിജ്വലിസ്റ്റിക് തിങ്. ഇതുവരെ നാം ചിന്തിച്ച കൺഫെഷൻ, ഇഫ് വി കൺഫെസ്, ഞാൻ ഏറ്റു പറഞ്ഞാൽ, ഇഫ് ഐ ബി ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലായാൽ, ഇഫ് ഐ ബി റിസൺ വിത്ത് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റാൽ, വീണ്ടും നാം വായിച്ചതുപോലെ ഇഫ് ഐ ബി ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ മീ, ഞാൻ ക്രിസ്തുവിനോട് കൂടെയും ക്രിസ്തു എൻ്റെ ഉള്ളിലും വസിച്ചാൽ, ഇതെല്ലാം വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇത് ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ ഒടുവിൽ പറയുവാൻ പോകുന്ന ഈ ഒരു ഭാഗം നാം വായിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ. നമുക്ക് ആദ്യം ആ ഒരു ഭാഗം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 and 2. If there be therefore any consolation in Christ, if any comfort of love, if any fellowship of the Spirit, if any bowels and mercies, fulfill ye my joy, that ye be like-minded, having the same love, being of one accord and of one mind. നമുക്കൊന്ന് മലയാളത്തിലും വായിക്കാം. വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി
ഏകസ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. ദൈവനാമത്തിന് മഹത്വം. വളരെ പരിചയമുള്ള മറ്റൊരു വേദഭാഗം. ഇവിടെയും നാം അനേകം തവണ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ആവുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടിയത് അത്യാവശ്യമാണ്. എന്നാൽ അവിടുത്തെ പ്രമേയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ്? ഹാവിങ് ലൈക്ക് മൈൻഡ്, ഏക മനസ്സുള്ളവരാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതുവരെ നാം വ്യക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വ്യക്തിപരമായ ആത്മീക ജീവിതം, അത് ദൈവത്തോടുള്ള ബന്ധം, അതായിരുന്നു ഏറ്റവും പ്രാധാന്യമേറുന്ന വിഷയം. ഇവിടെ നാം വരുമ്പോൾ വി ആർ വെഞ്ചറിങ് ഔട്ട്, നാം പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ നാം പബ്ലിക് ലൈഫിലേക്ക് പോവുകയാണ്. ഇവിടെ അന്യോന്യമുള്ള വിഷയമാണ്. ഐക്യതയോടെ ഏക മനസ്സോടെ ആയിരിക്കുക എന്നുള്ളതാണ്. Till now these 4 things which we dealt with was very individualistic and very personal. Now we are venturing out to a public arena. ഇവിടെ നാം സമൂഹത്തിലേക്ക് പോവുകയാണ്. To have like-mindedness, same mind, same accord, same love between more than 2 people. 2ൽ കൂടുതൽ പേര് നാം ഈ രീതിയിൽ സഭയിൽ വരുമ്പോഴോ കുടുംബത്തിലായിരിക്കുമ്പോഴോ, വ്യക്തിപരമല്ല, ഇവിടെ 1ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഏക മനസ്സുള്ളവരായിരിക്കുക. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? How is it possible? ഇവിടെ പറയുന്നു if you have these things. ആദ്യത്തെ കാര്യം എന്താണ് നാം വായിക്കുന്നത്? If you have any consolation in Christ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, any consolation in Christ, നിങ്ങൾ ക്രിസ്തുവിനെ ഒരു അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എന്താണ് അവിടെ വായിക്കുന്നത്? നാം ഇതേ അധ്യായം ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ have this mind also in you as in Christ Jesus. കർത്താവ് യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന ആ മനസ്സ് നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ് കർത്താവിന്റെ മനസ്സ്? അത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ, only if we understand and have Christ's mind, we'll have a like mind. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള മനസ്സുകളും ചിന്തകളുമുള്ള നാം ഒക്കെ ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഒരു മനസ്സുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. With these different kinds of people from different cultures, we gather together to have a same mind. Like mind is not easy. It's very difficult. How is it possible? There is only one way. Like-mindedness, one accord, one mind, one love is only possible through by having Christ's mind. കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കോമൺ പേജിൽ വരുവാൻ സാധിക്കൂ. എൻ്റെ മനസ്സും മറ്റൊരു വ്യക്തിയുടെ മനസ്സും വ്യത്യസ്തമാണ്. എൻ്റെ ചിന്തകൾ, എൻ്റെ നിരൂപണങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ കർത്താവിൻ്റെ ചിന്തകൾ നാം എല്ലാവരും മനസ്സിലാക്കിയാൽ നാം ഒരേ ചിന്തയിലേക്ക് പോവുകയാണ്, ഒരേ മനസ്സിലേക്ക് പോവുകയാണ്. Only if we have Christ's mind. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏകഭാവമായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, നാം വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധം നിരപ്പാക്കിയിട്ട് മാത്രമേ നമ്മുടെ സമൂഹ ബന്ധങ്ങളിലേക്ക് പോകുവാൻ പാടുള്ളൂ. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം സഭയിൽ വന്ന് ബന്ധങ്ങൾ നിരപ്പാക്കുവാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യും. പലപ്പോഴും നാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിരപ്പാക്കുവാൻ നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യും. We try to mend our family, our social, our church relationships even before we take care of our personal relationship with God. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻ്റെ സമൂഹത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുണ്ടോ, എത്രത്തോളം ബലത്തിലുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻ്റെ കുടുംബം, എൻ്റെ സമൂഹ ബന്ധങ്ങൾ, എൻ്റെ സഭയിൽ എൻ്റെ ബന്ധങ്ങൾ ബലപ്പെട്ട്
നിൽക്കുകയുള്ളൂ. The strength of my personal relationship with God defines and determines my public, social and church relationships in my life. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഞാൻ ആദ്യം ഉറപ്പാക്കണം. എങ്ങനെയാ ഉറപ്പാക്കുന്നത്? നാം 3-4 വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ, 3-4 വാക്യങ്ങൾ മാത്രമേ നാം ചിന്തിച്ചുള്ളൂ. If we confess, നാം ഏറ്റുപറയേണ്ടത് ഏറ്റുപറയണം. കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടത് കൊണ്ടുവരണം. തെറ്റുകളുണ്ടെങ്കിൽ അത് അയവിറക്കി മനസ്സിലാക്കി ഒറ്റയ്ക്ക് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ നാം കൊണ്ടുവന്ന് കർത്താവിനോട് ക്ഷമ നാം പ്രാപിക്കണം. മാത്രമല്ല, വി ഷുഡ് ബി ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിലാവണം, നാം ക്രിസ്തുവിൽ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുന്ന ഇല്ലെങ്കിൽ നാം മടങ്ങി വന്ന് വീണ്ടും നിലനിൽക്കണം. വി ഹാവ് ടു ബി ഇൻ ക്രൈസ്റ്റ്. മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവം എനിക്കുണ്ടാകണം. ഞാൻ ഉയർത്തെഴുന്നേറ്റ അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്ന എന്താണ്? ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും, ഞാൻ എൻ്റെ 24 മണിക്കൂറുകളിൽ ഞാൻ എത്രത്തോളമാണ് ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, എത്രത്തോളമാണ് സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ സ്വർഗീയ കാര്യങ്ങൾക്ക് എത്ര സമയം കൊടുക്കുന്നു, എത്രത്തോളം എൻ്റെ ചിന്തകൾ അതിലാകുന്നു, അത് തീരുമാനിക്കും ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിലാണോ ജീവിക്കുന്നത്. ഹൗ മച്ച് ടൈം ഇൻ 24 hours in a day I spend to think upon heavenly things above. That defines, that determines, am I risen with Christ spiritually? ആത്മീകമായിട്ട് കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 4ാമത്, അത്ഭുതം എങ്ങനെയാണ് സംഭവിക്കുന്നത്? I in him and he in me. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും വസിക്കുമ്പോൾ, when we start indwelling, അങ്ങനെ ഒരു വസിക്കുന്ന അനുഭൂതി നമുക്കുണ്ടായാൽ, ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ സമയം ചെലവാക്കുന്ന, ആ കർത്താവിനോട് ആശയവിനിമയം ചെയ്യുന്ന, കർത്താവിനോട് പ്രാർത്ഥനയിൽ, സ്തോത്രങ്ങളിൽ, പാട്ടുകളിൽ, ദൈവവചനങ്ങളിൽ, ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ എല്ലാം കർത്താവിനോട് തന്നെ സമയം ചെലവാക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും. എൻ്റെ ഹിതം കർത്താവ് എനിക്ക് നൽകി തരും. കാരണം എൻ്റെ ഹിതമല്ല അവിടെ സംഭവിക്കുന്നത്, എൻ്റെ ഹിതവും ക്രിസ്തുവിൻ്റെ ഹിതവും ഒന്നായി തീരുകയാണ്. അങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഞാൻ നിശ്ചിതമാക്കി കഴിഞ്ഞാൽ, വൺസ് I have taken care of, I have sorted out my personal life, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആത്മീക ജീവിതം ഞാൻ നിരപ്പാക്കി കഴിഞ്ഞാൽ, അത് ഭദ്രമാക്കി കഴിഞ്ഞാൽ, അത് നേർവഴിയിലാക്കി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ സഭയിൽ ഞാൻ മറ്റ് അഭിപ്രായങ്ങൾ പറയുവാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റ് വിശ്വാസികളെ കൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹം എനിക്ക് ഉണ്ടാകുവാൻ പാടുള്ളൂ. കാരണം എന്താണ്? ഞാൻ ശരിയല്ലെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധം എനിക്ക് വ്യക്തിപരമായിട്ട് ആ ഒരു ഉറപ്പില്ലെങ്കിൽ, കർത്താവിനോടുകൂടെ വസിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമില്ലെങ്കിൽ, എങ്ങനെയാണ് മറ്റുള്ളവരെ അതിലോട് ചേർക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടാകുവാൻ സാധിക്കുക? അതിലേക്ക് എത്തുമ്പോഴാണ്, ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുമ്പോഴാണ് ഏക മനസ്സോടെ നമുക്ക് സഭയിലായിരിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഏക വിശ്വാസമുള്ളവരും ഏക സത്യദൈവത്തെ വിശ്വസിക്കുന്നവരും ഏക സ്നേഹത്തെക്കുറിച്ചും ഏക മനസ്സിനെ കുറിച്ചും ഒക്കെയും നമുക്ക് പ്രസംഗിക്കുവാനും അന്യോന്യം പ്രാവർത്തികമാക്കുവാനും സാധിക്കുകയുള്ളൂ. ഇഫ് only we do these things. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഇന്ന് നാം ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് സാധ്യമായി ഉള്ളൂ. നമ്മുടെ ഈ ആഴ്ചയിലെ ജീവിതം, നമ്മുടെ മുമ്പോട്ടുള്ള ക്രിസ്തീയ ജീവിതം, കർത്താവിന്റെ വചനത്തിൽ നൽകി തന്നിരിക്കുന്ന ഈ കണ്ടീഷൻസ്, കർത്താവിന്റെ വചനം കണ്ടീഷൻസ് ഇല്ലാതെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല. വളരെ വ്യക്തമായിട്ട് നാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവവചനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് ഐക്യതയോടെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഇനിയും നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.